ഹലോ ഡിവൈൻ സോഴ്സ്, നിങ്ങൾക്ക് കാരണമില്ലാതെ തടസ്സങ്ങൾ നേരിടുന്നുണ്ടോ? ചെയ്യുന്ന കാര്യങ്ങൾ അവസാനം പരാജയപ്പെടുന്നുണ്ടോ? ശത്രുദോഷം മൂലം നമുക്ക് സംഭവിക്കുന്നതാണിതെല്ലാം. ശത്രുദോഷം എന്താണ്? വിശ്വാസപ്രകാരം ശത്രുക്കളുടെ അസൂയ, ദുഷ്ചിന്തകൾ എന്നിവ നമ്മളെ പ്രതികൂലമായി ബാധിക്കുന്നതിനെയാണ് ശത്രുദോഷം എന്ന് പറയുന്നത്. മനസ്സമാധാനക്കുറവ്, അനാവശ്യ തടസ്സങ്ങൾ, കുടുംബ കലഹങ്ങൾ, ആത്മവിശ്വാസക്കുറവ് എന്നിവയാണ് ശത്രുദോഷത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ശത്രുദോഷം മാറുന്നതിനായി ദുർഗാദേവിക്ക് മുന്നിൽ നാരങ്ങാദീപം തെളിയിക്കുന്നത് വളരെ നല്ലതാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തുന്ന ഗുരുതി, രക്തപുഷ്പാഞ്ജലി, കുരുതി പുഷ്പാഞ്ജലി എന്നിവ ശത്രുദോഷം മാറുന്നതിനുള്ള പ്രധാന വഴിപാടായി കണക്കാക്കപ്പെടുന്നു. നരസിംഹ ക്ഷേത്രത്തിലെ പാനക പൂജ വളരെ തുച്ഛമായ ചിലവ് ചെയ്യാവുന്ന ശത്രുദോഷം മാറുന്നതിനുള്ള ഒരു നല്ല വഴിപാട് തന്നെയാണ്. അതേ സമയം തന്നെ നരസിംഹമന്ത്രം ജപിക്കുകയും ചെയ്യുക. വീടുകളിലോ ക്ഷേത്രങ്ങളിലോ നടത്തുന്ന സുദർശന ഹോമം നടത്തുന്നത് വളരെ ഉപകാരപ്രദമാണ്. ദേവീക്ഷേത്രങ്ങളിലെ കടും പായസം വഴിപാടും ശത്രുതാമനാഭവം കുറയ്ക്കാൻ വളരെ ഉത്തമമാണ്. ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് പ്രാമുഖ്യം. ശിവക്ഷേത്രങ്ങളിലുള്ള പിൻവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ആയുരാരോഗ്യത്തിനും ശത്രുസംഹാരത്തിനും വളരെ നല്ലതാണ്. ലളിതാ സഹസ്രനാമം, ശിവപഞ്ചാക്ഷരി മന്ത്രം, സുദർശന മന്ത്രം എന്നീ മന്ത്രങ്ങൾ ജപിക്കുന്നതും ശത്രുഭയം ഇല്ലാതാക്കും. കടുകുഴിച്ച് വീട്ടിൽ വെച്ച് വളരെ നിസ്സാരമായി ചെയ്യാവുന്ന ഒന്നാണ്. വീട്ടിലെ നെഗറ്റീവ് എനർജിയും മറ്റും മാറ്റുന്നതിന് വേണ്ടി കടുകും മുളകും ഉപയോഗിച്ച് ഒഴിഞ്ഞ് ഇടുന്നത്. ഹനുമാൻ മന്ത്രം ചൊവ്വാഴ്ചകളിലോ ശനിയാഴ്ച ദിവസങ്ങളിലോ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് ശത്രുസംഹാര പുഷ്പാഞ്ജലി നടത്തുന്നതിന് അത് വളരെ ഉത്തമമാണ്. ഭദ്രകാളി ക്ഷേത്രങ്ങളിലോ മറ്റു ദേവീക്ഷേത്രങ്ങളിലോ മുട്ടിറക്കുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികളെയും ശത്രുതകളെയും മാറ്റാൻ സഹായിക്കുന്നു. നന്മ ചെയ്യുന്നവനെ അവസാനം നന്മ തന്നെയാണ് രക്ഷിക്കുന്നത്. അതുകൊണ്ട് ശത്രുതാ മനോഭാവങ്ങളെല്ലാം ഒഴിവാക്കി എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുക. താങ്ക് യു വെരി മച്ച്.